എന്തായാലും നോറയുടെ ശാപം അങ്ങ് ഫലിച്ചു എന്ന് പറയാം. കഴിഞ്ഞ ദിവസമായിരുന്നു നോറ റസ്മിനെ കയറി ശപിച്ചത്. നീ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എൻ്റെ അടുത്ത്, ഇതിനെ നീ അനുഭവിക്കും. എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ ഉള്ളു നൊന്തുകൊണ്ട് ഞാൻ നിന്നെ പറയാണ്, ഇതിനെ നീ അനുഭവിച്ചിരിക്കും, ഇതിനെ നീ അനുഭവിക്കും എന്നായിരുന്നു റസ്മിന്റെ ശാപം. എന്തായാലും നേരത്തോട് നേരം എത്തുന്നതിന് മുൻപ് തന്നെ റസ്മിനുള്ള പണി കിട്ടിക്കഴിഞ്ഞു. അതും ജാസ്മിനുമായി ബന്ധപ്പെട്ട് തന്നെ. എൻ്റെ മുന്നോ ഒരു രക്ഷയില്ല. ജാൻമണി കുറെ ശപിച്ചെങ്കിലും അതൊന്നും നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നോറയുടെ ശാപം വല്ലാത്തൊരു ശാപമായി പോയി. ശാപം അങ്ങ് ഫലിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ജാസ്മിന്റെ കൂടെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ് നോറ ശപിച്ചതെങ്കിൽ ഇന്ന് ജാസ്മിനെ എതിർത്തു എന്നുള്ള കാരണം കൊണ്ട് ഇവിടെ റസ്മിൻ ഇല്ലാതായി എന്ന് പറയാം. ജാസ്മിനെ കയറി അറ്റാക്ക് ചെയ്യുന്ന റസ്മിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഫിസിക്കലി അറ്റാക്ക് ചെയ്യലാണ് അവിടെ നടന്നതും. ഇനി റസ്മിനെ നോറയുടെ ശാപം ഫലിച്ചു എന്ന് തന്നെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ റസ്മിൻ ഇല്ലാതായി. ഇനി റസ്മിന് ഒരു നിലനിൽപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി റസ്മിൻ എന്ത് മുഖത്തോടു കൂടിയാണ് അവിടെ തല ഉയർത്തി നിൽക്കുന്നത്? ആ വീട്ടിൽ സിജു ആണെങ്കിലും ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുക, എന്തായിരിക്കും എൻ്റെ അടുത്ത് ചെയ്യുക എന്ന് റസ്മിൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ചോദിക്കാനുള്ള അവസരമാണ് റസ്മിൻ അവിടെ ഇട്ട് കൊടുത്തത്. ഒരു വടിയാണ് അവർക്ക് കൊടുത്തത്, അടിക്കാനുള്ള വടി. ഇനി എന്തായാലും സിജോയെയും ജിൻഡോനെയും റസ്മിൻ പേടിച്ചേ പറ്റൂ. ഇനി നിൽക്കുന്ന ദിവസങ്ങൾ അത്രയും അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും റസ്മിൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ളത് റസ്മിൻ തന്നെ ഇട്ടുകൊടുക്കായിരുന്നു. ഇനി റസ്മിന് ഒരു രക്ഷയില്ല. ഇനി ആ വീട്ടിൽ നിൽക്കുന്നതിന് നല്ലത് റസ്മിൻ പുറത്തേക്ക് വരുന്നത് തന്നെയാണ്. ആ വീട്ടിൽ ഇനി റസ്മിന് ഒരു നിലനിൽപ്പ് ഇല്ല തന്നെ.